പ്രിയപ്പെട്ട കർഷക സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ നിതീഷ് തൊളത്തുവേൽ. നെറ്റ്സർഫിൻ്റെ വളപ്രയോഗത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ പത്തനംതിട്ട ജില്ലയിലെ മെഴുവേലി എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് പ്രിയപ്പെട്ട സ്നേഹലാൽ സാറിൻ്റെ ഒരു 7 ഏക്കറിലധികം വരുന്ന സമ്മിശ്ര തോട്ടത്തിലേക്ക് നമ്മുടെ നെറ്റ്സർഫിൻ്റെ ജൈവ ലിക്വിഡായിട്ടുള്ള വളങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ്. നമുക്കിവിടെ വാനിലയുണ്ട്, തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, ജാതിയുണ്ട്, കാപ്പിയുണ്ട്, തുടങ്ങി വാഴയുണ്ട്, തുടങ്ങിയ ഒരു സമ്മിശ്ര കർഷകനാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തോട്ടത്തിലേക്ക് നമ്മൾ ഏകദേശം വളം ഏകദേശം ഒരു 40,000 രൂപേൻ്റെ മുകളിൽ വരുന്ന വളങ്ങൾ ഇവിടെ എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഇന്നിവിടെ ഉപയോഗിക്കാൻ വേണ്ടി പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ സഹായികളും കൂടെയുണ്ട്. അപ്പോൾ നമുക്കറിയാം, നെറ്റ്സർഫിൻ്റെ വളപ്രയോഗം സ്ഥിരമായിട്ട് കാണുന്ന എല്ലാ വ്യക്തികൾക്കും അറിയാം. നെറ്റ്സർഫ് കഴിഞ്ഞ 25 വർഷക്കാലമായി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന, ഇന്ത്യയിൽ തന്നെ 25ലധികം സംസ്ഥാനങ്ങളിൽ ജൈവ വളങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വേണ്ടി 2001 സ്ഥാപിതമായി ഇന്ന് സിൽവർ ജൂബിലി ആഘോഷിക്കുന്ന കമ്പനിയാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിൻ്റെ വളപ്രയോഗങ്ങൾ ഉപയോഗിക്കുന്നതും അതിൻ്റെ റിസൾട്ടുകളും കർഷകരിലേക്ക് നമ്മൾ സ്ഥിരമായി എത്തിച്ചുകൊണ്ടിരിക്കുന്നതുമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ നമ്മൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത് ഇന്ത്യയിൽ മുഴുവൻ തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ജൈവ കൃഷിയിൽ ഒരു വിളകൾക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഒരു കുടക്കീഴിൽ വരുന്ന സംവിധാനങ്ങളാണ് ഇതിലൂടെ വരുന്നത്. അതോടൊപ്പം തന്നെ 25% മുതൽ 40% വരെ ചെലവ് കുറച്ച് 25% മുതൽ 40%-ലധികം വിളവ് കൂട്ടാൻ വേണ്ടി സാധിക്കുന്ന, സസ്യത്തിൻ്റെ രോഗപ്രതിരോധ ശേഷിയെ വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കുന്ന, ഈൽഡ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്ന, മണ്ണിൻ്റെ ഘടനയെ മാറ്റി മണ്ണിരകളെ പ്രോത്സാഹിപ്പിച്ച് സൂക്ഷ്മ മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കാൻ വേണ്ടി സാധിക്കുന്ന അതിനൂതന സാങ്കേതിക വിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഒരു കുടക്കീഴിൽ വരുന്നത് കൊണ്ട് തന്നെ മറ്റ് വളപ്രയോഗങ്ങളൊന്നും ചെയ്യാതെ നമുക്കിതിലൂടെ മാത്രം നമുക്ക് വളപ്രയോഗം ചെയ്ത് കൂടുതൽ അഭിവൃദ്ധിയിലേക്ക് കാർഷിക മേഖല പോകാൻ വേണ്ടി സാധിക്കും. തീർച്ചയായിട്ടും നമ്മുടെ കൂടെ ഉള്ളത് നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹലാൽ സാറും അദ്ദേഹത്തിൻ്റെ സഹായികളുമാണ്. സ്നേഹലാൽ സാർ നമസ്കാരം. സാറിനെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സാറിൻ്റെ ഈ ഒരു ആദ്യമായിട്ടാണ് അദ്ദേഹം ഈ ഒരു തോട്ടത്തിലേക്ക് ഇത് ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത് കണ്ടറിഞ്ഞ് യൂട്യൂബ് പോലുള്ള ചാനലിലൂടെ കണ്ടറിഞ്ഞാണ് അദ്ദേഹം ഇത് ഉപയോഗിക്കാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. തീർച്ചയായിട്ടും അതിൻ്റെ ഗുണങ്ങൾ അദ്ദേഹത്തിന് വരുന്ന വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ഗുണങ്ങൾ നമ്മൾ കർഷകരിലേക്ക് എത്തിക്കുകയാണ്, അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട് എത്തിക്കും. പക്ഷേ ആദ്യമായി അദ്ദേഹത്തിനൊന്ന് പരിചയപ്പെടുത്തിക്കൊണ്ട് സാർ ഒന്ന് കർഷകർക്ക് വേണ്ടി സാറിനെ ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സ്നേഹലാൽ. ഞാൻ മെഴുവേലി പഞ്ചായത്തിലെ ഒരു കർഷകനാണ്. ഞാനിവിടെ എനിക്ക് 7 ഏക്കർ തോട്ടമുണ്ട്. ഈ തോട്ടത്തിൽ ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് ഈ വളപ്രയോഗം നടത്തുന്നത്. പിന്നെ ഇവിടെ എല്ലാ കൃഷികളും ഉണ്ട്. നമുക്ക് സമ്മിശ്ര കൃഷിയാണ് നമ്മുടെ കയ്യിലുള്ളത്. മൊത്തം ഇവിടെ 7 ഏക്കറുണ്ട്. എനിക്ക് എല്ലാ 3 ഏക്കർ പന്തളത്തുണ്ട്. അപ്പോൾ അങ്ങനെ ആദ്യമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇതിൻ്റെ റിസൾട്ടും കാര്യങ്ങളുമൊക്കെ പുറകാലം ഞാൻ എല്ലാവരിലും എത്തിക്കുന്നതായിരിക്കും. തീർച്ചയായും. സാർ ഇതെങ്ങനെ അറിഞ്ഞത് എങ്ങനെയായിരുന്നു? ഞാനിത് നെറ്റ് മുഖാന്തരമാണിത്. നെറ്റ് മുഖാന്തരമാണെന്നല്ലേ? ഓക്കെ. എന്തായാലും സാർ ഇത് ഉപയോഗിക്കാൻ വേണ്ടി കാണിച്ച മനസ്സിന് വളരെയധികം നന്ദിയുണ്ട്. കാരണം ഇത്രയും ക്രോപ്പിന് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ചെറിയ ക്രോപ്പുകളൊക്കെയാണ്, ഇപ്പോൾ കവുങ്ങൊക്കെ ചെറുതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ റിസൾട്ട് നമുക്ക് വളരെ പെട്ടെന്ന് അറിയാൻ വേണ്ടി പറ്റും. അതോടൊപ്പം തന്നെ കർഷകർക്ക് തീർച്ചയായിട്ടും അടുത്ത ഉപയോഗിക്കൽ തന്നെ അതിൻ്റെ എന്താണ് മാറ്റങ്ങൾ വന്നതെന്നുള്ളത് സാറിന് മനസ്സിലാക്കുകയും അത് കർഷകരോട് പറയാനും വേണ്ടി സാധിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ഓരോ കർഷകരും ചെറിയൊരു ഭാഗമെങ്കിലും ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളതേ ഉള്ളൂ. ഇപ്പോൾ സ്നേഹ സാറ് 100% ഗ്യാരണ്ടി, എൻ്റെ വിശ്വാസത്തിലും ആ പ്രൊഡക്റ്റിൻ്റെ വിശ്വാസത്തിലും അദ്ദേഹം 100% ഗ്യാരണ്ടിയിലാണ് 7 ഏക്കർ തോട്ടത്തിൽ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നുണ്ടല്ലോ അല്ലേ? അത് പരീക്ഷണത്തിലൊന്നും നിൽക്കുന്നില്ല, പക്ഷെ പൂർണ്ണമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി അദ്ദേഹം തയ്യാറായി. അപ്പോൾ അതുപോലെ തന്നെ ഇനി ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കർഷകരോട് നമ്മളോട് പറയാനുള്ളൂ, നിങ്ങൾക്ക് എത്ര ഏക്കർ ഉണ്ടെങ്കിലും എത്ര തോട്ടം ഉണ്ടെങ്കിലും ചെറിയൊരു ഭാഗമെങ്കിലും, കാരണം പല വളപ്രയോഗങ്ങളല്ലേ സാർ ഇപ്പം നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഒരേ വളപ്രയോഗം മാത്രമാണോ? ജൈവവളങ്ങൾ അല്ല, പലതും ഇടുന്നുണ്ടല്ലോ അതിൻ്റെ കൂടെ. ചാണകം ഇടുന്നുണ്ടാവും, കോഴിവളം ഇടുന്നുണ്ടാവും, പിന്നെ കമ്പോസ്റ്റ് ഇടുന്നുണ്ടാവും. അങ്ങനെ ചെയ്യുന്നത് കംപ്ലീറ്റ് കമ്പോസ്റ്റ് ഇവിടെ തന്നെ ചെയ്യുന്നതാണ്. കംപ്ലീറ്റ് നമ്മൾ കിട്ടുന്ന ജൈവവളങ്ങളെല്ലാം നമ്മൾ ഇടുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് മറ്റു വളങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സസ്യത്തിന് ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഇതിൽ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മറ്റു വളങ്ങളുടെ ചിലവ് കുറക്കാൻ വേണ്ടി പറ്റും. ഇതിലൂടെ നമുക്ക് കൂടുതൽ വിളവിലേക്ക് എത്താനും സാധിക്കും. ഇനി മറ്റു വളങ്ങൾ ഇടയ്ക്കൊരു കാര്യം, നമ്മൾ ചേട്ടച്ചാര ഒരാളുണ്ട്, ഗൾഫിലാണ്. പുള്ളിയാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഇൻചാർജ് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. തീർച്ചയായും പുള്ളിയും കൂടെ അതിനകത്ത് ആഡ് ചെയ്തില്ലെങ്കിൽ. അതെ. അതിൻ്റെ പേരെന്തായിരുന്നു ചേട്ടച്ചാരെ? ഷാജി അല്ലേ? ഷാജി ഗൾഫിലാണ്. അദ്ദേഹമാണ് ഇതിൻ്റെ മേൽനോട്ടങ്ങളൊക്കെ. അതായത് എനിക്ക് തോന്നുന്നു
ഒരു സൈലന്റ് പാർട്ട്ണർ അല്ലേ? പുള്ളിയാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം കൂടെ ഇത് മനസ്സിലാക്കിയതുകൊണ്ടാണ്. കാരണം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ഇത്തരത്തിലുള്ള വളങ്ങളാണ് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടുതലായിട്ട് ടെക്നോളജിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെയൊക്കെ. പക്ഷേ നമ്മളാണ് ഇപ്പോൾ പാരമ്പര്യമായിട്ട് കിട്ടുന്ന വളങ്ങളെല്ലാം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് മാറുന്നത്. പക്ഷെ അതൊന്നുമില്ലാതെ നമുക്ക് ഈ ഒരു വളപ്രയോഗങ്ങളിലൂടെ മാത്രം ഇത് ഉപയോഗിക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരിക്കൽ കൂടി അദ്ദേഹത്തിനുള്ള നന്ദി നെറ്റ്സർഫ് കേരളയ്ക്ക് വേണ്ടി അറിയിക്കുകയാണ്. കാരണം ഇത്രയും ഏക്കറിലേക്ക് വിശ്വാസപൂർവ്വം ഏറ്റെടുത്തത് അത് വളരെയധികം നമുക്ക് അഭിനന്ദനാർഹം തന്നെയാണ്. അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം അഭിനന്ദിക്കുന്നു, നന്ദിയോടെ സ്മരിക്കുന്നു. അപ്പോൾ നമുക്ക് ഈ ഒരു വളങ്ങൾ ഉപയോഗിക്കുന്ന രീതിയും അത് മിക്സ് ചെയ്യുന്ന രീതിയും നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് മിക്സ് ചെയ്യുന്ന പ്രിയപ്പെട്ട മോഹനേട്ടനാണ്, അദ്ദേഹത്തിൻ്റെ സഹായിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കൂടെ രണ്ടുപേരും കൂടി ഉണ്ട്. പേരെന്തായിരുന്നു? ബാലേട്ടനാണ്, സുരേന്ദ്രേട്ടനാണ്. അപ്പോൾ രണ്ടുപേര്, അവർ 3 പേരാണ് ഇവിടുത്തെ നമ്മുടെ സ്നേഹലാൽ സാറിൻ്റെ സഹായികളായിട്ടുള്ളത്. അപ്പോൾ അവരാണ് ഇതിലേക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം ആദ്യമായിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് ആണ്, നൈട്രജൻ. ആദ്യത്തെ ബോട്ടിലാണ്, ആ ഓറഞ്ച് കളറുള്ള ബോട്ടിൽ ആദ്യം എടുത്തിട്ട് നമ്മൾ ഈ 200 ലിറ്റർ ബാരലിലേക്ക് നമ്മൾ വെള്ളം എടുത്തു വെച്ചിരിക്കുകയാണ്. അതിലേക്ക് 400 ml എന്നുള്ള രീതിയിലേക്ക് അത് എടുക്കുവാൻ വേണ്ടി പോവുകയാണ്. അത് ആഡ് ചെയ്തോളൂ. നമ്മൾ 100 ml പാത്രമായതുകൊണ്ട് തന്നെ 4 തവണയാണ് അതിലേക്ക് ഒഴിക്കേണ്ടത്. 4 തവണയാണ് ഒഴിക്കേണ്ടത്. ഓക്കെ. നമുക്കറിയാം നൈട്രജൻ്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം അന്തരീക്ഷത്തിൽ 78% വരുന്നത് നൈട്രജനാണ്. ആ നൈട്രജനെ നൈട്രേറ്റാക്കി മാറ്റുവാനുള്ള ബാക്ടീരിയകളാണ് ഇന്ന് മണ്ണിൽ അഭാവമുള്ളത്. ആ ബാക്ടീരിയകളെയാണ് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അന്തരീക്ഷത്തിലുള്ള നൈട്രജനെ കൃത്യമായിട്ട് എത്തിച്ചു കൊടുക്കുകയും അതോടൊപ്പം തന്നെ നൈട്രജൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന പ്രോബ്ലംസിന് പരിഹാരമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതാണ് നൈട്രജനെ ഇതായി വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ പ്രൊഡക്റ്റാണ്, ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തേതാണ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഫോസ്ഫേറ്റ് നമുക്കറിയാം ഒരു സസ്യത്തിന് അടിസ്ഥാനപരമായിട്ട് വേണ്ട 3 ഘടകങ്ങളാണ്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഘടകമാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. മൂലകങ്ങളെ നമ്മൾ 3ആയി തരംതിരിച്ചിരിക്കുന്നു: പ്രധാന, ഉപപ്രധാന, സൂക്ഷ്മ മൂലകങ്ങൾ. അതിൽ പ്രധാന മൂലകങ്ങളിൽപ്പെട്ട 3 എണ്ണമാണ് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ് അഥവാ യൂറിയ, മഷൂറി, പൊട്ടാഷ് എന്ന് പറയുന്നത്. അത് ഒന്നാമത്തെ നമ്മൾ നൈട്രജൻ ഉപയോഗിച്ചു. രണ്ടാമത്തെ പ്രധാന മൂലകങ്ങളിൽപ്പെട്ട ഒന്നാണ് ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം സസ്യത്തിൻ്റെ ആവശ്യമായ മണ്ണിലും അന്തരീക്ഷത്തിലുമുള്ള മൂലകങ്ങളെ എത്തിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഫോസ്ഫേറ്റ് സോളിസിബിലിയം ബാക്ടീരിയകൾ അടങ്ങിയ ഉൽപ്പന്നമാണ് നമ്മുടെ ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ടതാണ് K എന്ന് പറയുന്നത് പൊട്ടാഷ്. പൊട്ടാഷ്യനെ നമ്മൾ അതുപോലെ കാലിയം എന്ന രാസനാമത്തിൽ അറിയപ്പെടുന്നതുകൊണ്ടാണ് അതിനെ K എന്നറിയപ്പെടുന്നത്. Kനെ നമ്മൾ അതുപോലെ പൊട്ടാഷ്യനെയും നമ്മൾ 400 ml എന്നുള്ള രീതിയിലേക്ക് ഈ 200 ലിറ്റർ വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുകയാണ്. പൊട്ടാഷ്യൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഇലകരിച്ചൽ, അതുപോലുള്ള മറ്റ് മണികൾ പോകുന്നത്, ഉതിർന്നു പോകുന്നത്, മറ്റു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അവസാനിപ്പിച്ച് പൊട്ടാഷ് സോളിസിബിലിയം ബാക്ടീരിയകളിലൂടെ മണ്ണിലുള്ള പൊട്ടാഷ്യനൊക്കെ കൃത്യമായിട്ട് എത്തിച്ചു കൊടുത്തുകൊണ്ട് സസ്യത്തെ ആരോഗ്യവാനായ ജൈവ കൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. ഈ പ്രധാന മൂലകങ്ങൾക്ക് ശേഷം നമ്മൾ ചെയ്യുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. സോയിൽ ഹെൽത്ത് എൻഹാൻസ്മെൻറ്റ് ടെക്നോളജി എന്നാണ് അതിൽ പറയുന്നത്. അതിൽ വരുന്നത് നമുക്കറിയാം, അതിൽ അടങ്ങിയിരിക്കുന്നത് 5 ടണ്ണ് കാലിവെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾക്ക് തുല്യമാണ്. സാർ, വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് നമ്മൾ ഷേത്ത് എന്ന് പറയുന്നത്. സാർ, വളരെ പ്രധാനപ്പെട്ട ഒരു ഉൽപ്പന്നമാണ് ഷേത്ത് എന്ന് പറയുന്നത്. ഇതിൽ അടങ്ങിയിരിക്കുന്നത് 11ലധികം സൂക്ഷ്മ മൂലകങ്ങൾ, അതോടൊപ്പം 5 ടണ്ണ് കാലിവെള്ളത്തിൻ്റെ എസൻസിന് തുല്യമായ ബാക്ടീരിയകളാണ്. അപ്പോൾ വളപ്രയോഗം പ്ലസ് നമ്മൾ വേറെ വളങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല, പ്ലസ് നമ്മുടെ pH ലെവൽ കൺട്രോൾ ചെയ്യുന്നു, മണ്ണിൻ്റെ ഘടനയെ മാറ്റുന്നു, മണ്ണിരകളെ പ്രോത്സാഹിപ്പിക്കുന്നു, മണ്ണിൻ്റെ സസ്യങ്ങളുടെ ആരോഗ്യ പ്രതിരോധ ശേഷി വീണ്ടെടുക്കാൻ വേണ്ടി സാധിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഷേത്ത് എന്ന് പറയുന്നത്. അത് നമ്മൾ 400 ml എന്ന രീതിയിൽ മിക്സ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ തന്നെ 5ാമത്തെ നമ്മുടെ NPK കൊടുത്തു, അതുപോലെ ഷേത്ത് കൊടുത്തു, മൂലകങ്ങൾ കൊടുത്തു, വളപ്രയോഗം കൊടുത്തു. 5ാമത്തെ ഉൽപ്പന്നം അതുപോലെ 3ാമത്തെ പ്രധാനപ്പെട്ട ഘടകമാണ് ഗ്രോത്ത് പ്രൊമോട്ടർ എന്ന് പറയുന്നത്. ഗ്രോത്ത് പ്രൊമോട്ടറായിട്ട് ഉപയോഗിക്കുന്നതാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. സ്റ്റിംറിച്ച് എന്ന് പറയുന്നത് ഒരു ടോണിക്കായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റിയ സസ്യങ്ങളുടെ ഒരു ടോണിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ്. അപ്പോൾ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ സസ്യങ്ങളുടെ ഗ്രോത്ത് പ്രൊമോട്ട് റൂട്ട് ടു ഫ്രൂട്ടായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച് എന്ന് പറയുന്നത്. അത് ഉപയോഗിക്കുന്നവരുടെ വേര് പ്രൊമോട്ട് ചെയ്യപ്പെടും, പച്ചപ്പിനുണ്ടാവും, ഇലകളുടെ വലിപ്പം കൂട്ടും, തിരികൾ വരുമ്പോൾ നല്ല ഉഷാറായിട്ടുണ്ടാവും തുടങ്ങി. അതുപോലെ ഒരേ സമയം പൂക്കും, ഒരേ സമയം കായ്ക്കും, ഒരേ സമയം വിളവെടുക്കാൻ വേണ്ടി സാധിക്കുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ടോണിക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉൽപ്പന്നമാണ് സ്റ്റിംറിച്ച്. പൾവിക്ക്, ഹ്യൂമിക് ആസിഡ്, അതുപോലെ CVD എക്സ്ട്രാക്റ്റിൻ്റെ മിശ്രിതമാണ്. ഈ 5 എണ്ണവും നമ്മൾ 400 ml എന്നുള്ള രീതിയിലേക്ക് ഈ വെള്ളത്തിലേക്ക് ആഡ് ചെയ്തിരിക്കുകയാണ്. നമ്മളിത് മിക്സ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത നമ്മുടെ വളത്തെ നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുകയാണ്. അത്
പിന്നെ മുറിച്ചാൽ മതി. അതിലിട്ട് ക്ലോക്ക് ബേസിൽ നമുക്കൊന്ന് ഇളക്കേണ്ടതുണ്ട്. ക്ലോക്ക് ബേസിലാണ് നമ്മൾ ഇളക്കുന്നത്. തിരിച്ചിളക്കരുത്. ഇതൊരു ജൈവവളം ആയതുകൊണ്ട് തന്നെ നമ്മളതിൻ്റെ ഫോളോ അപ്പ് അതുപോലെ തന്നെ ഉപയോഗിക്കേണ്ട രീതി കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് വെള്ളത്തിലേക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബക്കറ്റിലേക്ക് എടുത്തിട്ട് ഓരോ ക്രോപ്പിനും ഒഴിക്കുന്നതാണ്. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ വിളകൾക്കും ഇത് ഉപയോഗിക്കാം. കവുങ്ങായിക്കോട്ടെ, തെങ്ങായിക്കോട്ടെ, ജാതി ആയിക്കോട്ടെ, റബ്ബർ ആയിക്കോട്ടെ തുടങ്ങി എല്ലാ വിളകൾക്കും, ഇന്ന് ഭൂമിയിലുള്ള സർവ്വ വിളകൾക്കും നമുക്കിത് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച ഏത് കർഷകനായാലും അതിൻ്റെ ഗുണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ഗുണങ്ങൾ ഈ ഒരു തോട്ടത്തിലേക്കും ലഭിക്കട്ടെ എന്ന് ഇന്നത്തെ ഈ ഒരു സുപ്രഭാതത്തിൽ വളരെയധികം ആത്മാർത്ഥതയോടെ ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നെറ്റ്സർഫ് എന്ന് പറയുന്ന വളപ്രയോഗം, ബയോഫിറ്റ് എല്ലാ വിളകൾക്കും ഫിറ്റാണ് എന്ന് പറയുന്ന ഈ വളപ്രയോഗം എല്ലാവർക്കും ഗുണകരമാകട്ടെ. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക. നമ്മുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട്, 8547666622. നിങ്ങൾക്ക് ഏത് തോട്ടങ്ങൾ സന്ദർശിച്ച് കർഷകരുടെ അനുഭവത്തിലൂടെ നിങ്ങൾക്ക് ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും നമുക്ക് സൗകര്യം ചെയ്തു തരുന്നുണ്ട്. ഏത് മേഖലയിലുള്ള തോട്ട ഉടമകളുടെയും നമ്പർ ഞങ്ങൾ തരുന്നു. ഇത് 5 വർഷമായിട്ട് 4 വർഷമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്, 3 വർഷവും 2 വർഷമായിട്ട് തുടക്കത്തിൽ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു പുതിയ മാറ്റത്തിലേക്ക് വഴിതെളിക്കട്ടെ. ജൈവ കാർഷിക മേഖലയിൽ നിന്ന് ഒരിക്കൽ കൂടി ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുമായി ബന്ധപ്പെടുക എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി സ്നേഹലാൽ സാറിനും അദ്ദേഹത്തിൻ്റെ ടീമംഗങ്ങളോട് നന്ദി പ്രകാശിപ്പിച്ചുകൊണ്ട് നമ്മളിത് ബാക്കി ക്രോപ്പുകൾക്ക് ഉപയോഗിക്കുന്നതായിട്ട് കാണാം. അതുപോലെ നമ്മുടെ സ്നേഹലാൽ സാറിൻ്റെ ചേട്ടായി കൂടിയായ ഗൾഫിലുള്ള നമ്മുടെ ഷാജി സാറിനുള്ള നന്ദിയും ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അദ്ദേഹമാണ് ഇത് കണ്ട് മനസ്സിലാക്കി അതിൻ്റെ കാര്യങ്ങളൊക്കെ നീക്കുകയൊക്കെ ചെയ്തതല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ഉപയോഗിക്കുന്ന രീതിയിലേക്ക് പോകാം. വേണം അടുത്ത കൂട്ടാൻ പറഞ്ഞേക്കും. ഇല്ല തിരിച്ച് ചെല്ലുമ്പോൾ ഒരു മൂട് മാറിപ്പോയി പോയി. അവിടെ ജാതിക്ക് എത്ര ഒഴിക്കണ്ടേ? ഏത് ചെയ്യണം? കുഴിയാ. അതിൽ വിഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെങ്ങിലേക്ക് 1 വർഷം പ്രായ തെങ്ങിലേക്കാണ് ഒരു 3 ലിറ്റർ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഉങ്ങാണ്, അതിലേക്ക് നമ്മൾ ഏകദേശം 1 ലിറ്റർ വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. കാപ്പിയാണ്. കാപ്പിക്ക് നമുക്ക് സ്പ്രേ നല്ലോണം പോയി 1 വർഷം പ്രായമായ കവുങ്ങാണ്. 1 ലിറ്റർ നമ്മൾ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ വാനിലേക്കാണ് ഉപയോഗിക്കുന്നത്. അത് 2-3 ലിറ്റർ. 2 1 മതിയോ? ആ മതി. ഇതിന് സ്പ്രേ നല്ലോണം കൊടുക്കുക. ഒന്നുണ്ട്, സ്പ്രേ എല്ലാം ഉണ്ട്. ആ, നമ്മളിപ്പോൾ ഈ തോട്ടത്തിലേക്ക് ഏകദേശം സമ്മിശ്ര കൃഷിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സമ്മിശ്രമായിട്ട് ഏകദേശം ഒരു 50-50ലധികം ക്രോപ്പുകൾക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായി കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.